ഇനി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത വേറൊരു വിഷയമാണ്. ആ വിഷയത്തിന്റെ ഒരു പുതിയ ഡെവലപ്മെന്റാണ് സംസാരിക്കുന്നത്. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉടൻ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘം രാഹുലിന് നോട്ടീസ് നൽകില്ല. രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യും. മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം പരിഗണനയിലിരിക്കെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നത് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. സിജോ വിജോണാണ് വിവരങ്ങൾ നൽകാനുള്ള. സിജോ, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 2 ഘട്ടങ്ങളിലായിട്ട് കേരളത്തിന്റെ പൊതുജനം അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. അത് കഴിഞ്ഞ് ഇന്നലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധി വന്നു. LDFും പിണറായിയും 8 നിലയിൽ പൊട്ടി. കേരളത്തിൽ വലിയ ചലനമുണ്ടാക്കിക്കൊണ്ട് UDFന്റെ ഒരു വലിയ തരംഗം തന്നെ ആഞ്ഞടിക്കുന്നതും നമ്മൾ കണ്ടു. ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് രാഹുൽ മാങ്കൂട്ടം വിഷയം എന്ന് പറഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സഖാക്കള്, LDF, പിണറായി വിജയൻ എല്ലാവരും നേരിട്ടത്, പിണറായി സർക്കാർ നേരിട്ടത്, LDF നേരിട്ടത്, അവർ മുന്നിൽ വെച്ച അവരുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്, പ്രചരണ വിഷയം എന്ന് പറഞ്ഞിരുന്നത്, അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളായിരുന്നു. ഇന്നിപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണി ഈ രാഹുൽ വിവാദം തെരഞ്ഞെടുപ്പിനെ തെല്ലും ബാധിച്ചില്ലെന്ന് മാത്രമല്ല അത് UDFനും കോൺഗ്രസിനും വലിയ അനുകൂല ഘടകമായി മാറി എന്നുള്ളതുമാണ്. അങ്ങനെ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ ഇപ്പൊ ഒരു പുതിയ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം കേസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി പതുക്കെ 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 ഈ കേസ് അങ്ങനെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകും എന്നുള്ളതാണ്. ഇതിനി ഇത്രയും ദിവസം കണ്ട കോലാഹലങ്ങളോ ബഹളങ്ങളോ ഒച്ചപ്പാടുകളോ ഒന്നും ഇനി രാഹുൽ മാങ്കൂട്ടം വിവാദത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. തീർച്ചയായിട്ടും കാണാൻ കഴിയില്ല. കാരണം എന്താ? തിരിച്ചറിവാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇനി ഈ ആയുധം നമ്മൾ കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. കാരണം അത് വലിയ അർത്ഥത്തിൽ തിരിച്ചടിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ്. രാഹുലിനെതിരെ ആരോപണം വന്നപ്പോൾ കോൺഗ്രസ് മാതൃകാപരമായ നിലപാടെടുത്തു. ആരും എടുക്കാത്ത സതീശൻ പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ചില തീരുമാനങ്ങൾ എടുക്കുന്നത് ചങ്ക് പൊട്ടിക്കൊണ്ടാണ് എന്നുള്ളത്. പക്ഷേ ഈ പാർട്ടിയെ പോർലേൽപ്പിക്കാൻ ഒരുത്തനും ഒരവസരവും നൽകില്ല എന്നുള്ള വാശിപ്പുറത്ത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നടപടി എടുത്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, CPM രാഹുൽ മാങ്കൂട്ടം ഉയർത്തിക്കൊണ്ടുവന്നതിലൂടെ എന്താണോ നോട്ടമിട്ടത്, ആ നോട്ടം ലക്ഷ്യം പൂർത്തീകരിക്കാൻ സഫലീകരിക്കാൻ CPMന് സാധിച്ചില്ലെന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടം വിഷയം തിരിച്ചടിച്ചു. എങ്ങനെയാണ് തിരിച്ചടിച്ചത്? രാഹുലിനെതിരെ ആരോപണം വന്നപ്പോ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ് വളരെ മാതൃകാപരമായ നടപടിയെടുത്തു. പക്ഷേ അങ്ങനെ നടപടിയെടുക്കുമ്പോഴും ഈ വിഷയം ചർച്ച ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ മുകേഷ് ഉണ്ടായിരുന്നു, മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്നു, ഗണേഷ് കുമാർ ഉണ്ടായിരുന്നു, AK ശശീന്ദ്രനും കടകംപള്ളിയും P ശശിയും PK ശശിയും, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ആളുകൾ ഇവരുടെ കൂട്ടത്തിൽ നിർത്തിക്കൊണ്ടാണ് ഇവർ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. കോൺഗ്രസ് ആണെങ്കിലോ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി വിധിയിലേക്കോ കോടതി എന്ത് തീരുമാനിക്കുന്നു എന്നതൊന്നും നോക്കാതെ താമസമില്ലാതെ നടപടിയെടുത്തു ആളെ പുറത്താക്കി എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാദം കോൺഗ്രസിന് വലിയ അനുകൂലമായി. CPMനെ സംബന്ധിച്ചിടത്തോളം LDFനെ സംബന്ധിച്ചിടത്തോളം അത് അനുകൂലമായില്ല എന്ന് മാത്രമല്ല തിരിച്ചടിയാവുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് ഇപ്പോ ഈ കേസ് ഇവിടെ പതിയെ 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 ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നത്. രാഹുലിനെയല്ല ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നത്, ആ കേസിനെയാണ്. ഇത്ര ദിവസം സഖാക്കൾ കൊണ്ടുപിടിച്ച് ബഹളമുണ്ടാക്കി ആഘോഷിച്ച് കൊണ്ട് നടന്ന രാഹുൽ വിവാദം ഇനി അങ്ങോട്ട് പതുക്കെ അതങ്ങ് ഇല്ലാതെയായി പോകുമെന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇപ്പൊ പോലീസ് രാഹുലിന് ഈ പറയുന്ന ചോദ്യം ചെയ്യണ്ട, നോട്ടീസ് അയക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോളൂ, ഈ കേസ് അവരുടെ ആ ഇൻട്രസ്റ്റ് ഇത്രയും ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർക്കും LDFനും സഖാക്കൾക്കും ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ ഉണ്ടായ ആ ഇൻട്രസ്റ്റ് അതിവിടെ അവസാനിക്കുകയാണ്. ഇനി അങ്ങോട്ട് കേസിനെ പറ്റി, കേസ് എവിടെ വരെ എത്തിയെന്നോ ഇല്ലെന്നോ എന്നൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായിരുന്നു, ഒരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമായിരുന്നു ഇത്. ആ ഇലക്ഷൻ സ്റ്റണ്ടിൽ ആദ്യത്തെ ഇവരുടെ ആയുധം എന്ന് പറയുന്നത് പെൻഷൻ ആയിരുന്നു. പെൻഷൻ
വർദ്ധിപ്പിച്ച് 2000 ആക്കി അത് കൊടുത്ത് അതിലൂടെ ഇലക്ഷനെ നേരിടാമെന്ന് കരുതിയവർക്ക് അത് ഏൽക്കില്ലെന്ന് മനസ്സിലായി. കാരണം ആ 2000-ലേക്ക് എത്താൻ 10 വർഷക്കാലം എടുത്തു എന്നുള്ളതാണ്. അങ്ങനെ ജനം ഓരോന്നും തിരിച്ചറിയുന്നു എന്ന ഘട്ടത്തിലാണ് ഇനി നേട്ടങ്ങളൊന്നും മുന്നോട്ട്, കോട്ടങ്ങൾ ഒരുപാടുണ്ട് താനും. അങ്ങനെ ആ കോട്ടങ്ങൾ പ്രതിപക്ഷം വലിയ രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ ചർച്ചയാക്കും എന്ന് കണ്ടപ്പോഴാണ് UDF-ന്റെ കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ വായ അടപ്പിക്കാൻ, അല്ലെങ്കിൽ അവർ പ്രതിരോധത്തിലാകുമെന്ന് കരുതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങളുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തുന്നത്. പക്ഷേ കോൺഗ്രസ് ആരോപണം ഒരു തലക്കുന്ന് പൊട്ടിത്തുടങ്ങിയപ്പോഴെ തന്നെ രാഹുലിനെ മാറ്റി നിർത്തി. അങ്ങനെ രാഹുലിനെ എല്ലാ അർത്ഥത്തിലും മാറ്റി നിർത്തിക്കൊണ്ട് മാതൃകാപരമായ നടപടിയിലേക്ക് കോൺഗ്രസ് കടന്നപ്പോ വീണ്ടും LDF-ഉം പിണറായി വിജയനും CPM-ഉം പ്രതിരോധത്തിലായി എന്നുള്ളതാണ്. കാരണം അവിടെ ആരോപണങ്ങൾ നേരിടുകയും കേസുണ്ടാവുകയും FIR-കളും കുറ്റപത്രവും സമർപ്പിക്കപ്പെടുകയും ചെയ്തിട്ടും അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തിട്ടും ഇപ്പോഴും MLA ആയി തുടരുന്ന മുകേഷിനെ പോലെയുള്ള സ്ഥാനമാനങ്ങളിൽ നിൽക്കുന്ന ആളുകൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അയ്യന്റെ പൊന്നുകെട്ട സഖാക്കൾക്കെതിരെ പാർട്ടി ഒരു നടപടിയും എടുക്കാതെ അവർ ഇപ്പോഴും അയ്യന്റെ പൊന്നുകെട്ട കേസിൽ ജയിലിൽ കിടക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ സംരക്ഷിച്ച് പിടിച്ച് CPM മുന്നോട്ട് പോകുമ്പോൾ രാഹുലിനെതിരെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം കോൺഗ്രസ് മാതൃകാപരമായ നടപടിയെടുത്ത് മാതൃകയാവുകയാണ് ചെയ്തത്. അപ്പോ എല്ലാ അർത്ഥത്തിലും തിരിച്ചടിയായി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ രാഹുലിനെതിരെയുള്ള ഈ വിവാദങ്ങൾ. അത് ഇനി ആ ഒരു ഉത്സാഹം വേണ്ട. നമുക്ക് എത്രയും നാൾ നമ്മൾ ആഘോഷിച്ച ആഘോഷം ഇനി ഇവിടെ അവസാനിപ്പിക്കാമെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് CPM കടന്നിരിക്കുന്നത്. കാരണം ജനം പ്രബുദ്ധരാണ് എന്നുള്ളത് ഇന്നലത്തെ ആ റിസൾട്ടോടുകൂടി, തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടുകൂടി ഈ സഖാക്കൾക്ക് മനസ്സിലായി എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജനത്തിന് മനസ്സിലായി ഈ പറയുന്ന CPM മുന്നോട്ട് വെച്ച അവർ 10 വർഷം ഭരിച്ചിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം എന്ന് പറയുന്നത് വെറും രാഹുൽ മാങ്കൂട്ടം മാത്രമായിരുന്നു. അത് ജനം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അവിടെ UDF മുന്നോട്ട് വെച്ച അയ്യന്റെ പൊന്നുകൊള്ളയും ബാക്കിയുള്ള പിണറായി വിജയന്റെ എല്ലാ നെറികേടുകളെയും ജനം അംഗീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടം വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് ഈ പറയുന്ന പിണറായി വിജയന്റെ തെമ്മാടിത്തരങ്ങളെ, കൊള്ളരുതായ്മകളെ, തോൽവികളെ മറച്ചു പിടിക്കാനുള്ള മറയാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞതും UDF പറഞ്ഞതും അതും ജനം ചെവി കൊണ്ടു എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ വലിയ ഒരു അനുഭവത്തിൽ നിന്ന്, വലിയ തിരിച്ചറിവുകളിൽ നിന്ന് CPM രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നിന്ന് പിന്നോട്ടടിക്കുകയാണ്. ഇനി അത് അങ്ങ് ഏറ്റുപിടിക്കേണ്ട, അത് നമ്മൾ തലയിൽ വെച്ച് കൊണ്ടു നടക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക്. അങ്ങനെ പോകുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അങ്ങനെ പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ ചോദ്യം ചെയ്യേണ്ട എന്നുള്ളതാവും ആദ്യഘട്ടം. പിന്നീട് അങ്ങോട്ട് അതിൻ്റെ അപ്ഡേറ്റുകളൊന്നും വരാതെയാവും. പിന്നെ ആ കേസ് തന്നെ ഇല്ലാതെയാവും. അങ്ങനെ പലതും ഇങ്ങനെ ഒരു പുകമറയുണ്ടാക്കി ആ പുകമറ ഇപ്പോൾ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്ന് പുകമറ തന്നെ ഇല്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നു. അത് തന്നെയാണ് ഇപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തീരുമാനം നമുക്ക് മുന്നിൽ വ്യക്തമാക്കുന്നത്. രാഹുലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ട എന്നവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും ദിവസം രാഹുലിനെ തൂക്കിയെടുത്ത് അകത്തിടാനായിരുന്നു അവർക്ക് വലിയ തത്രപ്പാട്. എത്രയധികം അവർ ഉത്സാഹിച്ചതാണ് രാഹുലിനെ ഒന്ന് തൂക്കിയെടുത്ത് അകത്തിടാൻ. പക്ഷെ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ രാഹുൽ പാലക്കാട്ട് അയാളുടെ ഓഫീസിൽ വളരെ സജീവമായി ഇടപെടലുകൾ നടത്തുമ്പോൾ അയാളിലേക്ക് എത്തണ്ട, അയാളെ ചോദ്യം ചെയ്യേണ്ട, അയാളെ വിളിപ്പിക്കേണ്ട എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മുകേഷിനെതിരെ ആരോപണം വന്നപ്പോൾ മുകേഷ് LDF-ന്റെ MLA ആണ്, പിണറായി വിജയന്റെ സ്തുതിപാഠകനാണ്, സഖാവാണ്. അങ്ങനത്തെ മുകേഷിനെതിരെ ആരോപണം വന്നപ്പോൾ മുകേഷ് മുങ്ങി. മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ പോയി. അവിടുന്ന് മുൻകൂർ ജാമ്യം കിട്ടിയപ്പോൾ മുകേഷ് പൊങ്ങിയ മുകേഷിനെ പോലീസുകാർ, അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു, അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട് കോടതി പറഞ്ഞ വ്യവസ്ഥയിൽ അയാളെ ജാമ്യത്തിൽ വിട്ടു. അതല്ലേ നടന്നത്? എന്തേ ഇപ്പൊ മുൻകൂർ ജാമ്യം ഉണ്ടായിട്ടും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാൻ, വിളിപ്പിക്കാൻ പോലും ഇവർ തയ്യാറാവാത്തത്? അപ്പോ ചുരുക്കി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം വിഷയം വലിയ തിരിച്ചടിയായി എന്ന് CPM തിരിച്ചറിയുന്നു ഇപ്പോ.
അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതികള്, ആരോപണങ്ങള്, ആ പുകമറകൾ ഇവിടെ നിർത്താൻ CPM ഉദ്ദേശിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്.